കുറേ നാളായിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു കുർത്തി തയ്ക്കുന്ന കാണിക്കാൻ വേണ്ടി. അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ്, ഫ്രണ്ട് ഓപ്പൺ കുർത്തി. അപ്പം ഇതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഇവിടുന്ന് ഓൺലൈൻ വാങ്ങിച്ച തുണിയാണ് കേട്ടോ. eBayന്ന് ഓൺലൈൻ വാങ്ങിച്ചാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ ഫാബ്രിക്സ് വാങ്ങിക്കാൻ പോയാൽ ഭയങ്കര വിലയാണ്. ഇത് റയോണിന്റെ ഫാബ്രിക് എനിക്ക് 7 പൗണ്ട് പെർ മീറ്റർ കിട്ടി. നമ്മുടെ നാട്ടിൽ 7 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പക്ഷേ ഒരു ടോപ്പ് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതവിടെ നിൽക്കട്ടെ. വിഡ്ത്ത് വരുമ്പോഴേക്ക് 57 ഇഞ്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്നെ സംബന്ധിച്ചത് ഇനഫാണ്. ഇത് ജസ്റ്റ് ഇനഫായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ അളന്ന് നോക്കുമ്പോൾ സാധാരണ ഇതിലും കൂടുതലൂടെ ഒക്കെ ഒരു മുറിക്കാറുണ്ട്. ഇതേതോ ഒരാൾ ജസ്റ്റ് പിശിക്ക് മുറിച്ചാന്ന് എനിക്ക് തോന്നുന്നു. ഇതിപ്പം അകഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഇത് നമ്മുടെ ശരിക്കുള്ള സൈഡ്. ഇതാണ് ഞാൻ സ്ലീവിന് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഷോർട്ട് സ്ലീവ് ആയിരിക്കും വെക്കാൻ പോകുന്നത് കേട്ടോ. ഇതിന് ഞാനങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഞാൻ ഒന്നും നോക്കുന്നില്ല. ഓക്കെ, ഈ പീസ് ഞാനങ്ങ് മാറ്റിയേക്കുക സ്ലീവ്സിന് വേണ്ടി കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യാൻ പോകുന്നത് ഷോൾഡർ. എന്റെ ഷോൾഡർ എന്ന് പറയുന്നത് 7 ഇഞ്ച്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ 7 ഇഞ്ച്. ഓക്കെ, ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ 7 ഇഞ്ച് മാർക്കിങ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ മാർക്കിങ്? അവിടുന്ന് തന്നെ നേരെ താഴേക്ക് നമുക്കൊരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ കൺഫ്യൂഷൻ തീർക്കുവാൻ വേണ്ടിയാണ്. ഇപ്പൊ നിങ്ങളുടെ ഷോൾഡർ ഇതാണ് നമ്മുടെ മാർക്കിങ്. ഇപ്പൊ നിങ്ങളുടെ ഷോൾഡർ 7.5 ഇഞ്ച് ആണെങ്കിൽ നിങ്ങൾ 7.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് ഈ 7.5 ഇഞ്ച് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നെക്കിന്റെ വിഡ്ത്ത് 3.5 ഇഞ്ചാണ് ഞാൻ നെക്കിന്റെ വിഡ്ത്ത് എടുക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ 7 ഇഞ്ചിന്റെ പകുതി 3.5 ഇഞ്ച് തന്നെ ഞാനിവിടെ മാർക്ക് ചെയ്യാണ്. ഇച്ചിരി വൈഡർ ആയിട്ടിരുന്നോട്ടെ. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ. നെക്കിന്റെ ഡെപ്ത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഏത് രീതിയിലുള്ള നെക്ക് നിങ്ങൾക്ക് വെക്കണം എന്നുള്ളത്. ഞാൻ എനിവേ ഇവിടെ വെക്കുവാൻ പോകുന്നത് ഒരു 5 ഇഞ്ച് ഡെപ്ത് ഞാൻ കൊടുക്കുകയാണ് ഫ്രണ്ട് നെക്ക് കേട്ടോ. 5 ഇഞ്ച് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ബോക്സ് പോലെ ആക്കി എടുക്കാൻ പോവുകയാണ്. നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾ 5 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ ഇവിടുന്നൂടെ ഈ 5 ഇഞ്ച് ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു യു ഷേപ്പില് വരയ്ക്കുക. ഇതുപോലെ വെച്ച് വരച്ചെടുക്കുക. നല്ലൊരു യു ഷേപ്പ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ നമ്മുടെ ആം ഹോൾ കർവ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ബാക്ക് നെക്ക് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, എനിക്കധികം ബാക്ക് ഇറങ്ങുന്ന ഇഷ്ടമില്ല. ഞാൻ 3 ഇഞ്ച് കേട്ടോ, ഞാൻ 3 ഇഞ്ചാണ് ബാക്ക് നെക്കിന് കൊടുക്കാൻ പോകുന്നത്. നമുക്കൊരു സ്ക്വയർ പോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കർവ് അവിടെയും കൊടുക്കാം. ഓക്കെ, കണ്ടോ, നമുക്ക് 2 നെക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ കാര്യങ്ങൾ തീരുമാനമായി. ഇനിയിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഷോൾഡറിൻ്റെ ഇവിടുന്ന് നമ്മുടെ ബസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 10. അതിനുശേഷം നമ്മുടെ വേസ്റ്റ് ഒരു 14 ഇഞ്ച് കൊടുത്തോ. 14, നിങ്ങൾക്ക് വേണമെങ്കിൽ 15 ഇഞ്ച് കൊടുക്കാം. നിങ്ങളുടെ പൊക്കം അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. 14 ഇഞ്ചൊക്കെ മതിയാവും. അതിനുശേഷം നമ്മുടെ ഹിപ്പ്, നമ്മുടെ ഓപ്പണിങ് വേണമെന്നവർക്ക് 20 ഇഞ്ച് 21 ഇഞ്ച് ചിലർ കയറി ഇത് വെക്കാറുണ്ട്. ഇനി ഞാൻ 20 ഇഞ്ച് ഇവിടെ കൊടുക്കുന്നു. അതുവരെയുള്ള ക്ലിയർ ആണല്ലോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു മാർക്കിംഗ് കൂടെ കൊടുക്കുക. ഇതാ, മനസ്സിലായോ? 7 ഇഞ്ച് ഞാൻ ഷോൾഡർ എടുത്തപ്പോൾ 7 ഇഞ്ച് ആം ഹോളിന് വേണ്ടി സ്ട്രൈറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മളൊരു സ്ക്വയർ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. മുകളിൽ നിന്നും താഴേക്ക് 10 ഇഞ്ച്, അതാണ് നമ്മുടെ ബസ്റ്റ് പോയിന്റ്. അതിന് താഴെ 14 ഇഞ്ച് വേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് ജസ്റ്റ് താഴെ 20 ഇഞ്ച് ഹിപ്പും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ വണ്ണത്തിനനുസരിച്ച് നമ്മൾ ചെയ്തെടുക്കുവാൻ പോകുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ 7 ഇഞ്ചിന്റെ ആദ്യത്തെ ആ വരയായ 7 ഇഞ്ചിന്റെ താഴത്തേക്ക് നമ്മൾ വരികയാണ്. ഇതാണ് നമ്മുടെ ആം ഹോളിന്റെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ആം ഹോളിന്റെ അവിടുന്ന് വട്ടം പിടിക്കുക. അല്ലാതെ നിങ്ങളുടെ ബസ്റ്റ് പോയിന്റ് തന്നെ എടുക്കുക. ബസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് 36 ആണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്രാ സൈസ് 36. ആ 36ന്റെ കൂടെ നമ്മൾ 1 ഇഞ്ചും കൂടെ കൂട്ടിയെടുക്കുമ്പോഴേക്ക് അത് ലൂസിന് വേണ്ടിയാണ് 10 ഇഞ്ച്. 10 ഇഞ്ചും കഴിഞ്ഞിട്ട് അത് മസ്റ്റാണ് ആ 1 ഇഞ്ച് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ലൂസ് തരുന്നത്. അതിനുശേഷം നമുക്ക് ഒരു 1 ഇഞ്ച് കൂടെ എക്സ്ട്രാ നിങ്ങൾ ഇടുന്നുണ്ട് തയ്യൽ തുമ്പം എന്നുള്ള രീതിയിൽ. ഓക്കെ, എനിക്കിവിടെ 3/4 ഇഞ്ച് പിന്നെ വരുന്നുള്ളൂ. കാരണം തുണി ജസ്റ്റേ ഉള്ളൂ. നിങ്ങൾ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഈ വണ്ണം വെക്കുമെന്നുള്ള ഇതിൽ 2 ഇഞ്ചോ ഒക്കെ നിങ്ങൾക്ക് ഇടാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ കിട്ടുന്ന തുണി മുഴുവൻ ഞാനിവിടെ എടുക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അല്ല, ഇതാണ് നമ്മുടെ ബസ്റ്റ്. അത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഈ ലൈൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുമ്പോൾ നമ്മുടെ വേസ്റ്റ്. എൻ്റെ വേസ്റ്റ് വരുമ്പോഴേക്ക് എൻ്റെ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 32 വണ്ണം വെച്ച് മുകളിലോട്ട് തന്നെ പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 32 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 8 ഇഞ്ച്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 8 ഇഞ്ചിന്റെ മാർക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഞാൻ 1 ഇഞ്ച് ലൂസ് കൊടുക്കുന്നുണ്ട്. ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോകുന്നല്ലേ. അപ്പം ഇതാണ് നമ്മുടെ
8ൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ വരുമ്പോൾ 9 ഇഞ്ച് എന്ന് പറയുന്നത്. ആ 9 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ലൂസ് കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ 3/4 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. കിട്ടുന്ന ലൂസ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. 1 ഇഞ്ച് കൂടെ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് കേട്ടോ. കിട്ടിയത് കൊണ്ട് നമ്മുടെ ഹിപ്പ് അപ്പോൾ അവിടെ നിന്ന് 36 വരുമ്പോൾ വീണ്ടും 9 ഇഞ്ച് വന്നിട്ടുണ്ട്. ആ 9 ഇഞ്ചിൻ്റെ കൂടെ ഞാൻ 1 ഇഞ്ച് ലൂസ് കൊടുക്കുന്നുണ്ട്. കണ്ടോ, 1 ഇഞ്ച് ലൂസ് കൊടുക്കുന്നുണ്ട്. ബാക്കി വരുന്നത് എനിക്കിവിടെ 3/4 ഇഞ്ചാണ് വരുന്നത്. നിങ്ങൾക്ക് 1 ഇഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ 1 ഇഞ്ച് തന്നെ അവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ആ 1 ഇഞ്ച് ആയിരിക്കും നമ്മൾ മടക്കി വെച്ച് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എയർലൈനാണ് ചെയ്യുന്നെങ്കിൽ ഈ മടക്കിൻ്റെ ആവശ്യം വരുന്നില്ല. എനിക്ക് തുണി കഴിയാത്തതുകൊണ്ടാണ് ഇനി വരുന്നൊരു വീഡിയോയിൽ ഞാൻ എയർലൈൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് ഇത് എത്രമാത്രം തുണിയുണ്ടോ അത്രമാത്രം തുണി ഞാൻ താഴോട്ട് ഇതേ ലൈനിൽ തന്നെ എടുക്കുവാണ്. ഇനി താഴോട്ടുള്ള ഇറക്കം ഞാൻ പറഞ്ഞല്ലോ 43 ഇഞ്ചോളം വരുന്നത്, 44 ഇഞ്ച് വരുന്നുണ്ടെന്ന്. ആ ഇറക്കം മുഴുവൻ ഞാൻ അങ്ങനെ എടുക്കുകയാണ്. ഇവിടെ ഒന്നും വെട്ടിക്കളയാനും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് തുണി കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ താഴോട്ട് പിടിക്കുക. ഇതുണ്ടോ, താഴോട്ട് നിങ്ങൾ ഇങ്ങനെ പിടിക്കണം. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 11 ഇഞ്ചെങ്കിലും വീതി താഴെ നമുക്ക് കിട്ടണം. 11 ഇഞ്ച് കേട്ടോ. അപ്പോൾ മടക്കി അടിച്ചു വരുമ്പോഴേക്കും അത് നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കും. ആം ഹോൾ നമ്മൾ ഇതുവരെ മാർക്ക് ചെയ്തിട്ടില്ല. ആം ഹോളിന്റെ ലൈൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ ഇതാണ് ആം ഹോൾ. നിങ്ങൾ എന്നെ എടുക്കണം പറയുമ്പോൾ 7 ഇഞ്ചാണ് നമുക്ക് മുകളിൽ നിന്ന് താഴെ വരെ കിട്ടിയിരിക്കുന്നത്. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 3.5 ഇഞ്ച് നമുക്ക് വന്നിട്ടുണ്ട്. ഞാൻ ബാക്ക് ആം ഹോൾ ആണ് ആദ്യം ചെയ്യുന്നത്. ഞാനിവിടെ 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 1.5 കൊടുത്താലും മതി. ഞാൻ എനിവേ 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതും ഇതിനെയും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പോവുക. ഇതുപോലെ. ഓക്കെ, കണ്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ ഇതിനു മുന്നേ ഈ അളവുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ ബസ്റ്റിന്റെ അളവ് അനുസരിച്ചിട്ട്, ഓക്കെ, നിങ്ങളുടെ സൈസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫ്രണ്ടിലത്തെ ആം ഹോൾ കർവ് നല്ല ഭംഗിയായിട്ട് എടുക്കാം. നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കത്തക്ക രീതിയിലേക്ക്. ഓക്കെ, ഇവിടെ അധികം ചുളുക്കൊന്നും ഇല്ലാത്ത രീതിയിൽ ഞാനൊരു 1/2 ഇഞ്ച് ഞാനിപ്പോൾ ഇടുന്നുള്ളൂ. ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഇവിടെ കൊടുക്കുന്നു. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 1/2 ഇഞ്ചിലും കൊടുക്കണം കേട്ടോ. കൊച്ചു കുട്ടികൾക്കൊക്കെ 3/4 ഇഞ്ച് 1 ഇഞ്ച് വരെയൊക്കെ നമ്മൾ കുറയ്ക്കും. ഇനി എന്ത് ചെയ്യും, ഇവിടുന്ന് കേട്ടോ ഈ ഷോൾഡറിന്റെ എഡ്ജിൽ നിന്ന് വേണം നമുക്ക് ഈ മാർക്കിങ് വരാൻ. എന്നാലേ അത് ഭംഗിയായിട്ട് വരത്തുള്ളൂ കേട്ടോ. ഇതുപോലെ എടുത്ത് എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്കിങ്ങില്ല, ആ മാർക്കിങ്ങിലോട്ട് നമ്മൾ കൊണ്ട് മുട്ടിക്കുകയാണ്. അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പം അതോടുകൂടി എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ആ മാർക്കിങ്ങിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യാൻ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ആ മാർക്കിങ്ങിനെ എന്ന് വെച്ചാൽ ആം ഹോളിന്റെ അവിടെ കൊണ്ട് നിർത്തിയിരുന്ന ആ മാർക്കിങ്ങിനെ കണ്ടല്ലോ, ഈ ലൈന്. അതിനുശേഷം നമ്മൾ എക്സ്ട്രാ ഇട്ട ആ ലൈനിൽ നിന്നും നേരെ കൊണ്ടുപോയി നമ്മൾ മാർക്ക് ചെയ്ത് നമ്മുടെ വേസ്റ്റിലോട്ട് കൊണ്ടുവന്ന് മുട്ടിക്കുക. ഓക്കെ, കണ്ടോ, ഇതാണ് ആദ്യത്തെ ലൈന്. ഇതിലൂടെ ആയിരിക്കും നമ്മുടെ തയ്യൽ വരുന്നത്. ഇത് നമ്മുടെ മാർജിനായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഇതാണ് നമ്മുടെ ഹിപ്പ് എന്ന് പറയുന്ന ലൈന്. ഇതുണ്ടോ, ഞാൻ കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താണ് ഒരു ഐഡിയ കിട്ടും. ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പോവാണ്. ഭയങ്കര എളുപ്പമാണ്. ഇതിപ്പം ബാക്ക് നെക്ക് നമ്മൾ വെട്ടുകയാണ്. നോക്കിക്കോളൂ. കണ്ടോ, കേട്ടവർക്കും വെറുതെ ആ ലൈനെ തന്നെ നമ്മൾ കൊണ്ട് നിർത്തണം. അപ്പൊ നമ്മൾ ബാക്ക് നെക്ക് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, 2 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, അതിനെ മാറ്റിയേക്കുന്നു. ഇനി ഫ്രണ്ട് നെക്ക് നമുക്ക് 6 ഇഞ്ച് ഞാൻ ഓൾറെഡി വെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം അതിന്റെ ഫ്രണ്ട് ആം ഹോള് ഞാൻ 1/2 ഇഞ്ച് എക്സ്ട്രാ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. നിങ്ങളത് കണ്ടു. അപ്പൊ അതാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഫ്രണ്ട് ആം ഹോള് വെട്ടിയപ്പോഴേക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നമ്മൾ 1/2 ഇഞ്ച് വെട്ടിയിട്ടുണ്ട്. അപ്പൊ എന്ന് പറയുന്ന പോലെ തന്നെ ഇതിനും നമ്മൾ അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കണം കേട്ടോ. ഫ്രണ്ട് ആം ഹോൾ മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിലൊരു സൈഡ് നമ്മൾ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഒരു 1/2 ഇഞ്ച് വീണ്ടും ഉള്ളിലേക്ക് വരച്ചിട്ട് ഒരു കട്ട് അങ്ങ് ചെയ്തെടുക്കുക. ഇത് കണ്ടോ, ഇത് തുണിയുടെ ബാഡ് സൈഡാണ് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇത് ചീത്ത സൈഡ് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ അടിഭാഗത്തോട്ട് നമ്മൾ ഈ തുണി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഇതിന് നെക്ലൈൻ ചെയ്യാനുള്ള തുണി ഇതുപോലെ വെച്ചു കൊടുക്കുക. ഈ തുണി ഇതിലോട്ട് ഫ്രണ്ട് പീസിലോട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം പിന്നെ കുത്തിക്കഴിഞ്ഞാൽ ഇത് അനങ്ങത്തില്ല. ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ എന്നിട്ട് ഇങ്ങനെ നമ്മൾ അടിച്ചു വിടാൻ പോകുന്നു. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നെക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, ഇതിനെ നമ്മൾ കട്ട് ചെയ്യാൻ പോകും കേട്ടോ. പീസ് കട്ട് ചെയ്ത് മാറ്റി നമ്മുടെ നെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നെടുക്കുന്നറിയാമോ, അകത്തി പ്രത്യേകിച്ചും ഈ കേർവിന്റെ ഭാഗങ്ങളൊക്കെ ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. നമ്മുടെ സ്റ്റിച്ചിങ്ങിലോട്ട് ഒന്നും മുട്ടരുത് കേട്ടോ. സ്റ്റിച്ചിങ് മുട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കട്ട് അപ്പുറത്ത് വരും. അങ്ങനെ ചെയ്താൽ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ഇത് ഡീൽ ചെയ്യണം കേട്ടോ. ഓക്കെ, നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും,
ഇതിനെ നമ്മൾ ഇതാ മറിച്ചിടും കണ്ടോ. ഇതുപോലെ മറിച്ചിട്ടിട്ട് ഇതുണ്ട് നമ്മൾ ഇങ്ങനെ അടിക്കുക. ഇല്ല സമയത്തെ ഇതിനെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് അടിച്ചങ്ങ് വിട്ടാൽ മതി. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ നെക്ക് നിൽക്കും. നിങ്ങൾക്ക് ഒരു 1/2 ഇഞ്ചോ ഒക്കെ മാറ്റി വെച്ച് ഇങ്ങനെ അങ്ങ് അടിച്ചു വിടാം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ നെക്ക് ലൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു നെക്കാണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയാമോ? ഇതിനെ രണ്ടായിട്ടും മടക്കുന്നു. ഇതാ ഇതിനെ നമ്മൾ രണ്ടായിട്ടും മടക്കുക കേട്ടോ. ഇതുപോലെ മടക്കിയെടുക്കുക. ഒരു വ്യത്യാസവും വരരുത്. ഇനി നമ്മൾ മടക്കുന്ന എന്തിനാണെന്നറിയാലോ? നടുവേ നമ്മൾ ഇതിനെ മുറിക്കാൻ പോവുകയാണ്. ജസ്റ്റ് 2 പീസ് ആയിട്ട് ഇതിനെ മാറ്റാൻ പോവുകയാണ്. ഇതിന്റെ ഇവിടെ തൊട്ട് താഴെ വരെ ഒറ്റ കട്ട്, അതാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടായിട്ട് തുണി മടക്കിയതിന് ശേഷം ഇതിനെ താഴോട്ട് അങ്ങ് കട്ട് ചെയ്ത് വിട്ടു. മുഴുവൻ 2 പീസായിട്ട് ഇതിനെ മാറ്റി കേട്ടോ. 2 പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് ഓപ്പൺ പീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിനുശേഷം തയ്ക്കുന്ന വിധം പറഞ്ഞു തരാം, അല്ലെങ്കിൽ വലിയൊരു വീഡിയോ ആയിപ്പോ. അതുകൊണ്ടാണ് കേട്ടോ. ഇത്ര വരെ ക്ലിയർ അല്ലേ? ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫ്രണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴേക്ക് നിങ്ങൾ ഒരു പീസ് 3 ഇഞ്ച് വീതി കണ്ടോ. ഈ പീസിന് 3 ഇഞ്ച് വീതിയുണ്ട് കണ്ടോ. 3 ഇഞ്ച് വീതിയിൽ നമ്മൾ ഇതിന്റെ നീളത്തിൽ എടുക്കുന്നു. 1 ഇഞ്ച് എക്സ്ട്രാ വേണം കേട്ടോ. ഓക്കെ, അതാണ് ഈ ഒരു പീസ്. അപ്പം റൈറ്റ് സൈഡിലെ പീസിന് വേണ്ടി നമ്മൾ 3 ഇഞ്ച് വീതിയിൽ ഒരു ചുരിദാറിന്റെ നീളത്തിൽ എന്ന് വെച്ചാൽ നെക്കിന്റെ അവിടുന്ന് താഴോട്ടുള്ള നീളത്തിൽ ഒരു പീസ് എടുക്കുക. അതുപോലെ തന്നെ 2 ഇഞ്ചിന് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ അടിച്ചു പിടിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഇഞ്ചും 3 ഇഞ്ചും മറക്കരുത്. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ നമ്മൾ ഇങ്ങനെ അടിച്ചതിന് ശേഷം ഇത് കണ്ടോ, ഇതിനെ നമ്മൾ ഇങ്ങനെ ഒരു 1 ഇഞ്ചോ അല്ലെ 1/2 ഇഞ്ച് മുന്നോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് കണ്ടോണേ, ഇതിനെ ദാ ഇങ്ങനെ മടക്കി അതിനുശേഷം ഞാൻ ഈ പീസിനെ ദാ ഇങ്ങനെ വരത്തക്ക രീതിയിൽ ഇത് കണ്ടോ, നമ്മുടെ ഫ്രണ്ടിലേക്ക് ഇത് കാണുവാൻ പറ്റും. ഈ രീതിയിലായിരിക്കും ഇത് അടിക്കുമ്പം വരുന്നത്. ഈ തുണിയിൽ നിന്നും ഈ ഒരു പീസ് ഫ്രണ്ടിലേക്ക് കുറച്ച് തള്ളി നിൽക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? 1 ഇഞ്ചോളം ഇത് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും. മനസ്സിലായല്ലോ? ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ പീസ് എന്ന് പറയുമ്പോഴേക്ക് ശ്രദ്ധിക്കുക, നമ്മൾ ഇതുപോലെ തന്നെ നല്ല ഭാഗത്തേക്ക് ഇതിനെ വെച്ചിട്ട് ഇതിനെ ജസ്റ്റ് മറിച്ചടിച്ച്, സാധാരണ നമ്മൾ ചെയ്യത്തില്ല എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി അകത്തേക്ക് പോയി, ഇത് ഒട്ടുമേ കാണത്തില്ല. അതുകൊണ്ടാണ് വേറെ കളറാണേലും ഞാൻ ബോധേഡല്ല. ഇങ്ങനെ വരുന്നു, ഈ പീസ് എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് വരുന്നു. ആ രീതിയായിരിക്കും ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഞാൻ നിങ്ങളെ അടിച്ചിട്ട് നിങ്ങളെ കാണിക്കാം, അതായിരിക്കും നല്ലത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും കേട്ടോ. നമ്മുടെ നെക്ക് ലെഫ്റ്റ് സൈഡ് പീസ് ആയിരുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിനെ രണ്ടായിട്ട് മടക്കുന്നു. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക. ഇത് കണ്ടോ, ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ മറിച്ച് ഈ പോർഷൻ ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നു. ഇതിനെ എടുത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നു. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നെക്കിന്റെ പോർഷൻ നമ്മൾ ഇതുപോലെ മടക്കി വെച്ചിട്ട് വേണം ഇതിനെ ഇതാ ഇങ്ങനെ വെച്ചു കൊടുക്കുക. അപ്പം നമുക്കൊരു 1/2 ഇഞ്ച് മുകളിൽ ഇങ്ങനെ കിട്ടും. ഇതിങ്ങനെ എക്സ്ട്രാ ആയിട്ട് നിൽക്കും. സി, ഇതുപോലെ എക്സ്ട്രാ ആയിട്ട് നിൽക്കും. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, 2 ഡിസൈൻ വരുന്നുണ്ട്. കണ്ടോ, ഇതിങ്ങനെ നിൽക്കും. അതിന്റെ മുകളിലോട്ട് അടുത്ത പാളി അപ്പുറത്തെ സൈഡിലത്തെ പീസ് വന്ന് നിൽക്കുകയും ചെയ്യും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. നെക്ക് ഇതാണ്. അടിഭാഗത്തോട്ട് ഇത് വേറെ കളറാണ്, പക്ഷെ ഒട്ടുമേ കാണത്തില്ല. നമ്മൾ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ട് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ വീതിയിൽ ഈ സൈഡ് അടിക്കണം, എന്നാലാണ് അതിന്റെ പെർഫെക്ഷൻ നമുക്ക് വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഈ സൈഡ് എന്ന് പറയുമ്പോഴേക്ക് ഇതാണ് നമ്മൾ ഏകദേശം 1 ഇഞ്ചോളം നമ്മൾ ഫ്രണ്ടിലോട്ട് ഇത് തള്ളി നിൽപ്പുണ്ട്. എന്ന് വെച്ചാൽ ഈ നെക്കിൽ നിന്ന് 1 ഇഞ്ചോളം ഇത് ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട്. ശ്രദ്ധിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഈ ഭാഗം ഇതിന്റെ മുകളിലേക്ക് വരികയാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഓപ്പൺ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെയാണ്. ഇതിന്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നെക്കിന് ഒരു പ്രശ്നങ്ങളും അവിടെ വരുന്നില്ല. കോടിയിരിക്കുകയോ ചുരുങ്ങിപ്പോവോ അങ്ങനെ ഒന്നുമില്ല. കറക്റ്റ് അതിന്റെ മുകളിലേക്ക് വരുന്നു. നമ്മൾ താഴേക്ക് എന്നിട്ട് ഇത് അടിച്ചു കൊടുക്കാൻ പോവുകയാണ്. സി, ഇതിന്റെ മുകളിലേക്ക് ഇതാണല്ലോ നമ്മുടെ രണ്ടാമത്തെ പീസ് എന്ന് പറയുന്നത്. ഇതാണ് ലെഫ്റ്റ് സൈഡിലെ പീസ്. അതിന്റെ മുകളിലേക്ക് ഇത് വെച്ചിട്ട് ഇതിനെ നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു അടിപ്പ് കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ ബട്ടൺസ് വെച്ചു കൊടുക്കാം. ഇഷ്ടമുള്ള ബട്ടണോ എന്താന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഫ്രണ്ട് ഓപ്പൺ എവിടെ നിന്നാണ് വരേണ്ടത്. ചിലർക്ക് അങ്ങ് നല്ല കയറി വന്ന് ഫ്രണ്ട് ഓപ്പൺ വരുന്നത് ഇഷ്ടമാണ്, ഇങ്ങനെ തുറന്ന് കിടക്കുന്നത് ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 35 ഇഞ്ച് താഴോട്ട് ഇവിടെ നിന്നും ഇവിടെ മുകളിൽ ഭാഗത്തിൽ നിന്നും ഒരു 35 ഇഞ്ച് താഴോട്ട് വന്നതിന് ശേഷം മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. ഞാൻ ഈ ഭാഗത്തുനിന്ന് മാത്രമേ ഞാൻ ഓപ്പണിങ് കൊടുക്കുന്നുള്ളൂ. നമ്മുടെ ഈ ഭാഗത്ത് വേണമെങ്കിൽ കയറ്റി വെച്ച് ഓപ്പൺ കൊടുക്കാവുന്നതാണ്. കാരണം ഇവിടം വരെ നമ്മൾ അടിച്ചാൽ മതി. നിങ്ങൾക്ക് എവിടം വരെ തൊട്ട് ഓപ്പണിങ് വേണോ ആ ഭാഗം വരെ നമ്മൾ ഇതിനെ അറ്റാച്ച് ചെയ്യുന്നു. ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നു.
പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ തുണി തന്നെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമേ അറിയത്തില്ലായിരുന്നു ഈ ഓപ്പൺ ഇങ്ങനെ കിടക്കുമായിരുന്നു. പക്ഷെങ്കിൽ എനിക്ക് സെയിം തുണി തികയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഐഡിയ കിട്ടുമെന്ന് കരുതുന്നു. മുകളിലേക്ക് നമുക്ക് ബട്ടൺ ചെയ്ത് കൊടുക്കുക. താഴത്തെ പോർഷൻ നമ്മൾ 1 ഇഞ്ചോളം മടക്കി വെച്ച് അടിക്കുക. എനിക്ക് സൈഡ് ഓപ്പൺ ഉള്ളതുകൊണ്ട് ഓപ്പണും എനിക്ക് അടിക്കാനുണ്ട്. ഇതിനെല്ലാം കൂടി ഇനിയിപ്പം യോജിപ്പിച്ചു കൊടുക്കുക. അപ്പം എന്തായാലും ഞാൻ ബാക്കി പോർഷൻ കൂടെ ചെയ്തിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ നെക്ക് നമ്മൾ യോജിപ്പിച്ചു. ഈ 2 പീസുകളെ തമ്മിൽ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ അടിച്ച് ചേർത്തു. അറ്റത്തെ പോർഷൻ ഞാനിവിടെ ഓപ്പൺ ആക്കി ഇട്ടിട്ടുമുണ്ട്. ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പോർഷനെ നമ്മൾ ഇതുപോലെ 1/2 ഇഞ്ച് വെച്ചെടുത്ത് 1 ഇഞ്ച് നമ്മളിങ്ങനെ അടിച്ചു മാറ്റുന്നു കേട്ടോ. ഡബിൾ സ്റ്റിച്ചിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഈ സൈഡ് അതുപോലെ തന്നെ ചെയ്യുന്നു. ഇനിയുള്ള നമ്മുടെ ഇപ്പുറത്തെ പീസ് ഞാൻ ഓൾറെഡി നെക്കെല്ലാം നമ്മുടെ ബാക്കിൻ്റെ പീസ് നമ്മൾ നെക്കും കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആകെ ഉള്ള പണിയെന്ന് വെച്ചാൽ ഈ 2 ഷോൾഡറുകൾ തമ്മിൽ നമ്മൾ യോജിപ്പിക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ചുരിദാറിന്റെ പരിപാടികൾ മുഴുവൻ തീർന്നിരിക്കുകയാണ്. നിങ്ങൾ കണ്ടല്ലോ നെക്ക് എങ്ങനെ ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഇതിനു മുന്നേ ഞാൻ കുറെ ചുരിദാറിന്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. നിങ്ങൾക്ക് മെയിൻ ആയിട്ടും അറിയേണ്ടിയിരുന്നത് വെച്ചാൽ ഫ്രണ്ട് ഓപ്പൺ കുർത്തി. ഓക്കെ, അതാണ് ഇപ്പൊ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നേക്കുന്നത്. അതാണ് ഞാൻ മെയിൻ ആയിട്ടും എയിം ഇട്ടതും. ഇതെങ്ങനെയാണ് ഈ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 2ആയിട്ട് ഇത് കീറിയതിന് ശേഷം കഴുത്തിന്റെ അവിടെ നിന്ന് നേരെ താഴെ വരെ കീറിയതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 3 ഇഞ്ചും എടുത്തു. റൈറ്റ് സൈഡിലേക്ക് 2 ഇഞ്ചിലുള്ള ഒറ്റ സ്ട്രിപ്പ് നമ്മൾ മുറിച്ചെടുത്തിരുന്നു. അത് ഇതിൽ അടിച്ചു വെക്കുന്ന വിധവും ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരുന്നു. അതിനുശേഷം നമ്മൾ അതിനെ ജോയിൻ ചെയ്തു. എൻ്റെ കയ്യില് എന്താ പറയുന്നത്, നല്ല ബട്ടൺസ് ഒന്നുമേ കണ്ടില്ല. ഞാൻ നാട്ടിൽ നിന്നാണ് വാങ്ങിക്കൊണ്ട് വരാറ്. ചിലപ്പോൾ ഓൺലൈനിൽ നോക്കും. ഇപ്പൊ പെട്ടെന്ന് ചെയ്തൊരു വീഡിയോയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊന്നും വാങ്ങാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മിറർ വർക്ക് ഇവിടെ പിടിപ്പിച്ചു. ഈ വർക്ക് തുടങ്ങുന്ന ആ ഭാഗം വരേക്ക് ഞാൻ ഓപ്പണിംഗ് കൊടുത്തേക്കുന്നു. അവിടെ തൊട്ടാണ് ഓപ്പണിംഗ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നില്ലേ? കാരണം എനിക്ക് ഒത്തിരി അവിടെ കയറി കിടക്കുന്നതിന് താല്പര്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും മുകളിലോട്ട് കയറ്റാം. നിങ്ങളുടെ ഇഷ്ടമാണ് എവിടെ നിന്ന് ഓപ്പണിംഗ് കൊടുക്കണമെന്നുള്ളത്. ഒന്നും തന്നെ നോക്കാനില്ല. അടിച്ചു വരുമ്പം എവിടം വരെ ഓപ്പണിംഗ് വരണം എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അത്ര മാത്രമേ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സൈഡ് സ്ലിറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സൈഡ് സ്ലിറ്റ് കണ്ടോ? 2 സൈഡിലും സ്ലിറ്റ് വരുന്നുണ്ട്, നടുവിൽ ഇത് വരുന്നുണ്ട്. അപ്പം കണ്ടോ, 3 സ്ലിറ്റ് ആണ് ഈ ചുരിദാറിന് വന്നേക്കുന്നത്. പിന്നെ ഞാൻ സാധാരണ തയ്ച്ച പോലെ തന്നെ ചെയ്യിച്ചു. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സ്ലിറ്റ് തയ്ച്ചു വരുമ്പോഴേക്കും ഇവിടുത്തെ തയ്യൽ പലർക്കും ഡൗട്ടാണ്. ഇത് തയ്ക്കാൻ പഠിക്കുന്നതിന് തന്നെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കുക. ഇതിന് ലൈനിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ കണ്ടോ? വെരി സിമ്പിൾ ഫാബ്രിക് ആണ്, റയോൺ ഫാബ്രിക്. നാട്ടിലത്തിന് കുറച്ചുകൂടെ കട്ടിയുണ്ടെന്ന് തോന്നി. ഇതിനധികം കട്ടിയൊന്നും തോന്നില്ല. വീട്ടിലിടാൻ സുഖമാണ്. എന്തായാലും ഞാൻ പുറത്തിടാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും തയ്ക്കാനാണ്. നല്ല തുണികൾ എടുത്ത് നിങ്ങൾക്ക് ഇതേ മോഡലിൽ തയ്ക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ നിങ്ങളെ ഇട്ട് കാണിച്ചില്ല, നിങ്ങൾക്ക് വിഷമം വരത്തില്ലേ? അപ്പൊ എന്തായാലും ഈ വീഡിയോ വാച്ച് ചെയ്തതിന് ഒരുപാട് നന്ദി. നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു. ബൈ.